മോളെ മായേ, മോളെ 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 മായേ, മോളെ മായ, ഇവിടെ ആരും ഇല്ലേ? മോളെ മോളെ എന്താമേ? നീ ഇത് എവിടെ പോയി കിടക്കുമായിരുന്നു? വേറെ അറിയുകോ? ഞാൻ എത്ര നേരമായി വിളിക്കുന്നു. ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നമ്മേ. അല്ല, ഇന്നെന്താ പതിവിലും വലിയൊരു ഉത്സാഹം അമ്മയ്ക്ക്? കറക്റ്റ്. നീ എന്നെ മുഖത്തിൽ ലുക്കിൽ കണ്ടുപിടിച്ചു. വണ്ടർഫുൾ. അതെ, നാളെ എന്റെ മരുമോളും കുടുംബവും ഈ വീട്ടിലേക്ക് ആദ്യമായിട്ട് വരുന്ന ദിവസമാ. അവരെ രാജകീയമായി തന്നെ സ്വീകരിക്കണം. ഒന്നിനും ഒരു കുറവും വരുത്തരുത്. അതിഥികളെ സ്വീകരിക്കുന്നതില് ഇന്ന് വരെ നമ്മൾ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ലല്ലോ അമ്മേ. അതൊക്കെ ശരിയാ. പക്ഷെ സാധാരണ പോലെ ഏതെങ്കിലും ഒരു അതിഥിയല്ല നാളെ വരാൻ പോകുന്നത്. എന്റെ മകന്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിയും കുടുംബവുമാണ്. മൈ ഡോട്ടറിലോ. നാളെ ഈ അമരാവതിയുടെ റാണിയായി വാഴേണ്ടവൻ. അവരെ സ്വീകരിക്കുന്നതിൽ ഒരു കുറവും ഉണ്ടാവരുത്. നമ്മുടെ സൽക്കാരം കണ്ട് അവരുടെ മനസ്സ് നിറയണം. Give the respect, take the respect. That is your policy. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇവിടെ അവർക്ക് ഒരു കുറവും ഉണ്ടാവില്ല. പോരെ? ഞാൻ അവൾക്ക് കുറച്ച് സമ്മാനം കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വണ്ടർഫുൾ ഗിഫ്റ്റ്. വണ്ടർഫുൾ ഗിഫ്റ്റ്സോ? അതെന്തൊക്കെയാ? അവൾക്ക് എന്തു കൊടുത്താലും മതിയാവില്ല എനിക്ക്. അത്രയ്ക്ക് നല്ല കുട്ടി അവള്, ജാനകി. ഹലോ, ഒരു മിനിറ്റ് വെയിറ്റ്. ഹലോ അവിനാഷ്. താനിതെവിടെയാണോ? ഞാൻ എത്ര നേരമായി വിളിക്കുന്നു. അതെ, ഇത് എന്റെ വീടാ. അങ്ങനെ എപ്പോഴും ഓടി വന്ന് ഫോൺ എടുത്ത് സംസാരിക്കാനൊന്നും പറ്റില്ല. ഇവിടെയുള്ള ആരെങ്കിലും അറിഞ്ഞാ പിന്നെ തീർന്നു. ആര് വേണേലും അറിഞ്ഞോട്ടെ, എനിക്കതൊരു പ്രശ്നമേ അല്ല. പക്ഷേ എനിക്കതൊരു പ്രശ്നമാണ്. ഞാനേ ഒരു സാധാരണ പെൺകുട്ടിയാ. ഓ, സമ്മതിച്ചു. നീ ഒരു ഗ്രാമവാസി തന്നെ എന്ന് കരുതി എനിക്കുള്ള കോട്ട ചോദിക്കാതിരിക്കാൻ പറ്റുമോ? അയ്യടാ കള്ള തിരുമാലി. എപ്പോഴും കോട്ട് ചോദിച്ചാലേ തരാൻ എന്റെ സ്റ്റോക്ക് ഒന്നുമില്ല. ഓ, അങ്ങനെയാണോ? ശരി, അങ്ങനെയെങ്കിൽ ഞാൻ ഫോൺ വെക്കാം. ഇനി ഡിസ്റ്റർബ് ചെയ്യില്ല. അയ്യോ പറയട്ടെ, പോലെ നിക്ക്. ഒരു മിനിറ്റ്. ഹലോ അവിനാഷ്. ഇത് ഏതാണ്ട് ഉടായിപ്പാണ്. ഹലോ, എവിടെ? കിട്ടിയില്ലല്ലോ. ഇത്രയും ധൃതി പിടിക്കല്ലേ, തരാം. വേഗം ആവട്ടെ. ഐ ലവ് യു അവിനാഷ്. ഉമ്മയോ? ശരിയാക്കി തരാം. അപ്പൊ തനിക്ക് എന്നോട് സ്നേഹമുണ്ട്. എനിക്കതറിഞ്ഞാ മതി. എന്താ ഇത് അവിനാഷ്, എന്നെ ഇനിയും സംശയിക്കുകയാണോ? എടോ, ഇഷ്ടമുള്ള ആളിന്റെ വായിന്ന് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് എത്ര ആവർത്തി കേട്ടാലും അതിനൊരു സുഖമുണ്ട്. നീയേ ഒരു വട്ടനാ. പ്രേമം തലയ്ക്ക് പിടിച്ച് നീ പറയുന്നതും ചെയ്യുന്നൊക്കെ ശുദ്ധ ഭ്രാന്ത. എത്രയും വേഗം നിന്നെ ഞാൻ എന്റെ സ്വന്തമാക്കും. എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാനാവില്ല അവിനാഷ്. ഐ ലവ് യു. ഇനി വേണ്ട അവിനാഷ്, പ്ലീസ്. ശരി, ഒരു തവണ കൂടെ മാത്രം. ഓക്കെ? ബൈ. ബൈ. ഓക്കെ.
എന്താ ചേച്ചി ഇങ്ങനെ നോക്കുന്നേ? ആരായിരുന്നു ഫോണില്? അത് ചേച്ചി എന്റെ ഒരു കൂട്ടുകാരിയായിരുന്നു. കൂട്ടുകാരിയോ? കൂട്ടുകാരി. നീ എന്നു മുതലാ പ്രിയ എന്നോട് കള്ളം പറയാൻ തുടങ്ങിയത്? ചേച്ചി കൂട്ടുകാരിക്കാണോ ഫോണിലൂടെ ഉമ്മ കൊടുക്കുന്നത്? ഇതൊക്കെ ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഏതോ ഒരു പയ്യനായിട്ട് അടുപ്പം തുടങ്ങിയപ്പോ നീ നിന്നെ പോലും മറന്നു അല്ലേ? ചേച്ചി വേണ്ട, ഇനി നീ മറച്ചു വെക്കാൻ ശ്രമിക്കണ്ട. ഞാൻ എല്ലാം കേട്ടു. ഇല്ല ചേച്ചി, ഞാനിത് ആദ്യം ചേച്ചിയോട് പറയണമെന്ന് വിചാരിച്ചതാ. പക്ഷെ അതിനുള്ള ധൈര്യം ഇതുവരെ കിട്ടിയില്ല. ഇനി ഞാനൊന്നും മറച്ചു വെക്കുന്നില്ല. എനിക്കൊരാളെ വലിയ ഇഷ്ടം ചേച്ചി. ചേച്ചി, അവന് എന്നെയും ജീവനാ. നീ ഇത്രയും വളർന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല പ്രിയമോളെ. ഇപ്പൊ മനസ്സിലായി, നീ സ്വന്തം കാര്യം നോക്കാൻ മാത്രം പ്രാപ്തയായി. ചേച്ചി പ്ലീസ്, ഞാനവനെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി. സോറി ചേച്ചി. വിഷമിക്കൊന്നും വേണ്ട. തൽക്കാലം ഞാനിത് ആരോടും പറയൊന്നുമില്ല. പക്ഷെ എനിക്കൊന്ന് അവനെ കാണണം. അടുപ്പം കൂടി നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നതിന് മുൻപ് അവന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. നിങ്ങൾക്കിടയിലെ സ്നേഹം എത്ര ആത്മാർത്ഥമായിട്ടുള്ളതാണെന്ന് എനിക്കൂടി ഒന്നും അറിയണ്ടേ? നാളെ നിന്റെ പ്രേമത്തിന് സപ്പോർട്ട് ചെയ്യേണ്ടതല്ലേ? അപ്പൊ ആളെ ഒന്ന് കണ്ടുവെക്കുന്നത് നല്ലതാ. അമ്മ ഇതെന്തായി ചെയ്യുന്ന? എന്റെ ആശംസകള്, മൈ വിഷസ്. എന്റെ മരുമകൾ ആദ്യമായിട്ട് വീട്ടിലേക്ക് കയറി വരുമ്പോഴേ അവൾക്ക് കൊടുക്കാനുള്ളതാ ഈ ഗ്രീറ്റിംഗ്സ് കാർഡ്. സർപ്രൈസ്. ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും ഒക്കെ എഴുതിയിട്ടുണ്ട്. എന്റെ അമ്മേ, ഇങ്ങനെ ഒരുപാട് മുന്നൊരുക്കങ്ങളും ചടങ്ങുകളും ഒക്കെ വേണം. എനിക്ക് നല്ല ടെൻഷനുണ്ട്. നമ്മളെല്ലാം തീരുമാനിച്ചതല്ലേ, പിന്നെന്തിനാ ടെൻഷൻ? ഡിക്കയുടെ സ്വഭാവം മാറുന്നത് ഏത് സമയത്താന്ന് ആർക്കറിയാം? അവരെ പിണക്കി വിടാതിരുന്ന ഭാഗ്യം. റെസ്റ്റോറന്റിൽ വെച്ച് നമ്മൾ സെലക്ട് ചെയ്ത കുട്ടി ജാനകിയാണെന്ന് അറിഞ്ഞിട്ടും ഡിക്കയില് അനുകൂലമായ ഒരു മാറ്റവും കണ്ടില്ല. ദേഷ്യത്തോടെയാ പെരുമാറിയത്. ഇന്നും അങ്ങനെ പെരുമാറിയ ആ ജാനകിയെ കളഞ്ഞിട്ട് നമുക്ക് സിത്താരയെ ഡിക്കയ്ക്ക് വേണ്ടി ആലോചിക്കാം. ഇടയ്ക്കിടിച്ചു കയറി വന്ന് സംസാരിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി, അവസാനം നീ പറയാൻ പോകുന്നത് ഇത് തന്നെ ആയിരിക്കുമെന്ന്. പക്ഷേ തൽക്കാലം അത് വേണ്ട. അമ്മേ, ആ ജാനകിയുടെ ആലോചന തന്നെ നടക്കണേന്ന് അമ്മ പ്രാർത്ഥിച്ചാ മതി. ഡോണ്ട് വറി, ഐ പ്രേ. അവൻ ദേഷ്യപ്പെടാതെ ഞാൻ നോക്കിക്കോളാം. ഐ വിൽ മാനേജ്. ഇവിടെ വെച്ചെങ്കിലും അവർ തമ്മിൽ സംസാരിക്കാനുള്ളൊരു അവസരം ഉണ്ടാവണം. പരസ്പരം മനസ്സിലാക്കിയാൽ പിന്നെ അവരുടെ ജീവിതം സന്തോഷമായിരിക്കും. അവർക്ക് തനിച്ച് സംസാരിക്കാനുള്ളൊരവസരം അമ്മ വേണം ഉണ്ടാക്കാൻ. ഷുവർ ബേബി. നിങ്ങൾക്കറിയാമോ, നിങ്ങളെ മുത്തശ്ശനും ഞാനും കല്യാണം കഴിയുന്നത് വരെ പരസ്പരം കണ്ടിട്ടേയില്ല. ഐ ഡോണ്ട് സീ ഹിം. വലിയ ഫാമിലി ആയിരുന്നു അദ്ദേഹത്തിന്റേത്. കല്യാണം കഴിഞ്ഞു വന്നിട്ടും പരസ്പരം കാണല് തീരെ കുറവായിരുന്നു. പക്ഷെ ആരും കാണാതെ അദ്ദേഹം എനിക്ക്
രാത്രി വരുമ്പോ അലുവ കൊണ്ടത്തരും. ആഹാ അത് ശരി, മുത്തശ്ശി ആള് കൊള്ളാലോ. എന്നിട്ട് മുത്തശ്ശി മുത്തശ്ശന് വേണ്ടി ഇതുപോലെ എന്തെങ്കിലും കരുതി വെക്കുമായിരുന്നോ? ലഡ്ഡു. അദ്ദേഹത്തിന് മധുരം വലിയ ഇഷ്ടമായിരുന്നു. ചിലപ്പോഴൊക്കെ ആരും കാണാതെ ഞാൻ ലഡ്ഡുവും ജിലേബിയും ഒക്കെ ഉണ്ടാക്കി രാത്രി വരുമ്പോ കൊടുക്കും. അപ്പൊ അദ്ദേഹം ഉണ്ടല്ലോ. ആഹാ, അമ്മയ്ക്ക് നാണം വന്നല്ലോ. അപ്പൊ അതിലെന്തോ ഉണ്ട്. പറയാമ്മേ, ലഡുവും ജിലേബിയും കൊടുക്കുമ്പോ മുത്തച്ഛൻ എന്തു പറയും? ഒന്നും പറയത്തില്ല. പക്ഷേ രഹസ്യമായി കൊണ്ടിരുന്ന മുല്ലപ്പൂവേ അദ്ദേഹം എന്റെ മുടിയിൽ ചൂടിത്തരും. എന്നിട്ട് പറ മുത്തശ്ശി. ഒരു നാണം കണ്ടില്ലേ? ദേ, മുത്തശ്ശനോടുള്ള പ്രേമം മുഴുവൻ ദേ ഇപ്പൊ മുത്തശ്ശിയുടെ മുഖത്തുണ്ട്. എന്നെ മുത്തശ്ശിനെ വിളിക്കരുത്, അമ്മ. അങ്ങനെ വിളിച്ചാ മതി കേട്ടോ. അതെ, കളിയും ചിരിയൊക്കെ വേറെ. നാളെ ജാനകിയും വീട്ടുകാരും വരുമ്പോ എല്ലാം ഭംഗിയായിട്ടിരിക്കണം. അതൊക്കെ ഞങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവര് വരുമ്പോ തന്നെ സാനിറ്റൈസർ കൊടുക്കണം. വേണമെങ്കിൽ കുടിക്കുന്ന വെള്ളത്തിൽ കൂടി ചേർത്ത് കൊടുക്കാം. കൊറോണ രണ്ടാമത് മരുന്നെന്നാ കേട്ടെ. വേണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു മാസ്കും വെക്കാം, അവർക്കും കൊടുക്കാം. വലിയൊരു തമാശ. അമ്മേ, നാളെ ചെയ്യേണ്ടതിന്റെ ലിസ്റ്റ് ഞാൻ ഇന്ന് തന്നെ ഉണ്ടാക്കാം. ദേ, നാളെ നീ എന്റെ കൂടെ തന്നെ നിന്നേക്കണം. ദാ, ഇത് രണ്ടും വെച്ചു. നാളെ അവരെ സ്വീകരിക്കുമ്പോ പൂത്താലത്തിൽ വെച്ച് എന്റെ ജാനകിക്ക് കൊടുക്കണം. അത് ഞാൻ ഏറ്റു. എന്റെ മോന്റെ കല്യാണം അത് സ്വപ്നം കണ്ടു വേണം ഈ രാത്രിയിൽ എനിക്ക് സുഖമായിട്ട് ഉറങ്ങാൻ. DK മാരേജ് ഡ്രീം. അമ്മ ഈ പാല് കുടിച്ചിട്ട് പോയി കിടന്ന് സ്വപ്നം കണ്ടോ? സമയം ഒരുപാട് വൈകി. താരേ, നാളെ ജാനകിയും കുടുംബവും വരുമ്പോ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു ലിസ്റ്റ് തയ്യാറാക്കാൻ ഞാൻ ചിത്രയോട് പറഞ്ഞിട്ടുണ്ട്. ആണോ? ഞാനും അത് തന്നെ ഇവിടെ ചെയ്തോണ്ടിരുന്നേ, ലിസ്റ്റ് തയ്യാറാക്കൽ. ആഹാ, അത് നന്നായി. അവര് തരാൻ പോകുന്ന സ്ത്രീധനത്തെ പറ്റിയാണല്ലോ നമുക്ക് പ്രധാനമായിട്ട് ചോദിച്ചറിയേണ്ടത്. ആ, അതിങ്ങ് തന്നെ. ഈശ്വര, അവരോട് ചോദിക്കാനുള്ള കാര്യങ്ങളാണോ നീ എഴുതി വെച്ചിരിക്കുന്നത്? പിന്നല്ലാതെ. സ്ത്രീധനം ആകെ എത്ര തരും? അതില് സ്വർണം എത്ര, പണം എത്ര? അതല്ല വല്ല ഫിക്സഡ് ഡെപ്പോസിറ്റും ആണെങ്കിൽ അങ്ങനെ. പിന്നെ ഓഹരിയായിട്ട് പറമ്പ് വല്ലതും ഉണ്ടോ? ഇനി ബാങ്കിൽ നിന്ന് മറ്റോ ലോൺ എടുത്തിട്ടുണ്ടോ? അത് നമുക്ക് ചോദിച്ചറിയണ്ടേ. പിന്നെ ഇവിടെ നാത്തൂമാരില്ലാത്തോണ്ട് നമ്മൾ മരുമക്കൾക്ക് ഇവരെന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവരും? സ്ത്രീധനത്തിന്റെ കൂടെ കാറ് കൊണ്ടുവരുമോ? ഇതൊക്കെ വിശദമായിട്ട് അറിയണം. നിന്റെ തലയ്ക്കെന്താ വട്ടാണോ? അതെന്താ മായച്ചി അങ്ങനെ പറയുന്നേ? നീ ഈ കല്യാണം നടത്താനാണോ അതോ മുടക്കാനാണോ നോക്കുന്നത്? ഈ ലിസ്റ്റ് വായിച്ചാൽ തന്നെ മനസ്സിലാവും നീ ഇത് മുടക്കാനാ നോക്കുന്നതെന്ന്. മുടക്കാനോ? ഞാനോ? ഈശ്വര, എന്നെ കുറിച്ച് എന്തൊക്കെ മഹാപാപോ ഈ മായച്ചി പറയുന്നേ. ഈ ലിസ്റ്റിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാ അവരപ്പ തന്നെ പറയും ഈ കല്യാണം വേണ്ടാന്ന്. പണത്തിനോട് അത്രയ്ക്ക് ആർത്തിയുള്ളവര് മാത്രമേ ഇങ്ങനെ ഒരു ലിസ്റ്റ് തയ്യാറാക്കൂ. നിന്റെ ഉദ്ദേശവും അത് തന്നെയാവും. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. ഒരു കല്യാണം ആവുമ്പോ പെൺവീട്ടുകാരുടെ അന്തസ് മഹിമയൊക്കെ നമ്മളും അറിയണല്ലോ. ഇതാണോ അന്തസ്സും മഹിമയും?
DK ഈ കല്യാണത്തിന് സമ്മതിച്ചത് തന്നെ വലിയ കാര്യം. DK കല്യാണം കഴിക്കാൻ ആ കുട്ടി സമ്മതിച്ചത് അതിലും വലിയ കാര്യം. നീ അടക്കം രഹസ്യമായും നാട്ടുകാരിൽ ചിലർ പരസ്യമായും ഹിറ്റ്ലർ ഹിറ്റ്ലർ എന്ന് വിളിച്ചു വിളിച്ച് ആ പേരിപ്പോ നാട് മുഴുവൻ ഫ്ലാഷായി. DKയുടെ പ്രായം 40. ഈ വയസ്സിൽ ജാനകിയെ പോലൊരു കൊച്ചു പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റുന്നത് തന്നെ മഹാഭാഗ്യമെന്ന് കരുതിയാ മതി. ഒരു കാര്യം നീ മറന്നുപോയി. വരുന്ന പെണ്ണ് ആരാണെന്ന്, ഈ വീട്ടിൽ അവളുടെ സ്ഥാനം എന്താണെന്ന്. അത് നമുക്കൊക്കെ വളരെ വളരെ മുകളിലാ. അമരാവതി വീടിനെയും നമ്മളെയെല്ലാം ഭരിക്കാനുള്ള അധികാര പദവിയിലേക്കാ ജാനകി വരുന്നത്. അവരോട് സ്ത്രീധനത്തിന്റെ കണക്ക് ചോദിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? മതി, നിർത്ത്. നിങ്ങൾ വിചാരിക്കുന്നത്ര വിവരമില്ലായ്മയൊന്നും എനിക്കില്ല. നിങ്ങൾ എന്റെ ഭർത്താവിന്റെ മൂത്ത ജ്യേഷ്ഠന്റെ ഭാര്യ സമ്മതിച്ചു എന്ന് കരുതി എന്നെ ഇങ്ങനെ ഭരിക്കുന്നതും വഴക്ക് പറയുന്നതും എനിക്ക് തീരെ ഇഷ്ടമല്ല. സത്യത്തിൽ ഈ DK ആരാ? ബന്ധം കൊണ്ട് എല്ലാവർക്കും ഒരു കുടുംബത്തിനകത്ത് പല സ്ഥാനവും കാണും. പക്ഷെ രക്തബന്ധം എന്ന് പറയുന്നത് ഒന്ന് വേറെ. ഈ DK നമ്മുടെ ഭർത്താക്കന്മാരുടെ സ്വന്തം അച്ഛനാണോ? അച്ഛനും അല്ല, അമ്മായി അച്ഛനും അല്ല. എന്നിട്ട് പോലും അയാളുടെ സന്തോഷത്തിന് വേണ്ടി ഒരുപാട് സഹിക്കുന്നുണ്ട് നമ്മൾ. സ്റ്റോപ്പ് ഇറ്റ് താര. ഇതിനപ്പുറം ഇനി ഒരു വാക്ക് പറഞ്ഞാൽ അത് നിനക്ക് നന്നായിരിക്കില്ല. നീ സമ്മതിച്ചാലും ഇല്ലെങ്കിലും DKക്ക് നമ്മുടെ അമ്മായി അച്ഛന്റെ സ്ഥാനം തന്നെയാണ്. നമ്മൾ അദ്ദേഹത്തിന്റെ മരുമക്കളും. അതിനപ്പുറം എന്തെങ്കിലും ഒരു സ്ഥാനവും അധികാരവും നമുക്ക് ഈ വീട്ടിലുണ്ടെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. DKയുടെ പ്രായത്തിനും നമ്മൾ വിളിക്കുന്ന പേരിനും തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്ന് ലോകം മുഴുവൻ പറഞ്ഞോട്ടെ. പക്ഷേ നമ്മുടെ അമ്മായിയച്ഛനാണ് DK. അപ്പൊ അദ്ദേഹം കല്യാണം കഴിച്ചുകൊണ്ട് വരാൻ പോകുന്നത് നമ്മുടെ അമ്മായിയമ്മയാണ്. മനസ്സിൽ മറ്റെന്തെങ്കിലും പുകയുന്നുണ്ടെങ്കിൽ ഒരു കുടം വെള്ളമൊഴിച്ച് അതിപ്പോ തന്നെ അങ്ങ് കെടുത്തിയേക്ക്. ഇല്ലെങ്കിൽ ആ ചൂടിൽ നീ ദഹിച്ചു പോവും. അവളുടെ ഒരു ലിസ്റ്റ്